പാക് അധീന കശ്മീർ തെരഞ്ഞെടുപ്പിലേക്ക് കടക്കുകയാണ്. ഈ തെരഞ്ഞെടുപ്പ് ജൂലൈ 27-നാണ് നടക്കാൻ പോകുന്നത്. അതിനിടെ ഒരു വിവാദ പരാമർശവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് പാക് മുൻ പ്രധാനമന്ത്രി നവാസ് ഷെരീഫ്. നവാസ് ഷെരീഫ് പറഞ്ഞിരിക്കുന്നത് പാക് അധീന കശ്മീരിന്റെ പ്രധാനമന്ത്രിയാകാൻ തനിക്ക് ആഗ്രഹമുണ്ട് എന്നാണ്. PMLN അധ്യക്ഷൻ കൂടിയായ നവാസ് ഷെരീഫിന്റെ ഈ ഒരു പ്രസ്താവന POKയിൽ ജനങ്ങൾക്കിടയിൽ വലിയ വിവാദമുണ്ടാക്കിയിട്ടുണ്ട്. വലിയ ചർച്ചകൾക്കാണ് നവാസ് ഷെരീഫിന്റെ ഈ പ്രസ്താവന വഴിവെക്കുന്നത്. എങ്ങനെ വിലയിരുത്താണ്? അതെ, ഈ കഴിഞ്ഞ ദിവസം ആണ് നവാസ് ഷെരീഫ് പാകിസ്ഥാന്റെ മുൻ പ്രധാനമന്ത്രി ഈ മുസഫറാബാദ് എന്ന് പറയുമ്പം ഈ POKയുടെ ക്യാപിറ്റലാണ്. മുസഫറാബാദിൽ ഒരു തെരഞ്ഞെടുപ്പ് ചർച്ചയ്ക്കിടെ തെരഞ്ഞെടുപ്പിന് വേണ്ടി അതിനുവേണ്ടി പോയപ്പോഴാണ് ഈ ഒരു പ്രസ്താവന ഇറക്കിയത്. കാര്യം കാശ്മീർ എന്റെ രണ്ടാമത്തെ വീടാണെന്നും എന്റെ പൂർവികർ കാശ്മീരിൽ നിന്ന് വന്നതാണെന്നും അതുകൊണ്ട് തന്നെ തന്റെ പാർട്ടി അധികാരത്തിലെത്തിയാൽ, അദ്ദേഹത്തിന്റെ പാർട്ടി എന്ന് പറയുന്നത് PMLN എന്നാണ്, പാകിസ്ഥാൻ മുസ്ലിം ലീഗ്, പിന്നെ ഹൈഫൺ ഇട്ടിട്ട് നവാസ്, അങ്ങനെയാണ് അദ്ദേഹത്തിന്റെ പാർട്ടി അദ്ദേഹം പറയുന്നത്. അപ്പം PMLN പാർട്ടി അധികാരത്തിൽ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ POKയിലെ പ്രധാനമന്ത്രിയാകാൻ വേണ്ടി ഷഹബാസ് ഷെരീഫിനോട് ആവശ്യപ്പെടും എന്നാണ്. അപ്പൊ ആരാണ് ഈ ഷഹബാസ് ഷെരീഫ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോഴത്തെ അറ്റ് പ്രസന്റ് പാകിസ്ഥാൻ പ്രധാനമന്ത്രിയാണ് ഷഹബാസ് ഷെരീഫ്. ഈ ഷഹബാസ് ഷെരീഫിനോട് ആവശ്യപ്പെടും എന്ന് പറയുമ്പോൾ നമുക്ക് തന്നെ പെട്ടെന്ന് തോന്നും, ഇത്ര ഈസി ആണോ പ്രധാനമന്ത്രിയാകാൻ, അല്ലെങ്കിൽ POKയിലെ വരാൻ പോകുന്ന ഒരു പ്രധാനമന്ത്രിയാൻ പാർട്ടി ജയിച്ചാൽ പോലും. അപ്പം അതിലാണ് ഈ ഷഹബാസ് ഷെരീഫും നവാസ് ഷെരീഫും തമ്മിൽ ഒരു കണക്ഷൻ എന്ന് പറഞ്ഞാൽ, നവാസ് ഷെരീഫിന്റെ ഇളയ സഹോദരനാണ് ഷഹബാസ് ഷെരീഫ്. അതുകൊണ്ട് തന്നെ ഒരു ഫാമിലിയാണ് ഇവർ. അപ്പം വളരെ ഈസി ആയിട്ട് എനിക്ക് പ്രധാനമന്ത്രി ആകാൻ പറ്റും എന്നാണ് നവാസ് ഷെരീഫ് പറയുന്നത്. POKയിലെ ജനങ്ങൾ എന്നെ ജയിപ്പിച്ചാൽ എന്നാണ് പറയുന്നത്. പക്ഷെ ഇത് വളരെ വിവാദമായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് തന്നെയാണ് POKയിലെ ജനങ്ങൾ ഏറ്റെടുത്തത്. കാരണം അതിൽ ഒരുപാട് റീസൺസ് ഉണ്ട്. കാരണം പാകിസ്ഥാന്റെ മുൻ പ്രധാനമന്ത്രി ആയിരുന്നു നവാസ് ഷെരീഫ് എന്ന് പറയുമ്പോൾ തന്നെ നവാസ് ഷെരീഫ് 3 തവണ പാകിസ്ഥാന്റെ പ്രധാനമന്ത്രിയായി ചുമതല ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നു. 1990 മുതൽ 93 വരെയും 97 മുതൽ 99 വരെയും ആൻഡ് 2013 മുതൽ 17 വരെയും പാകിസ്ഥാന്റെ പ്രധാനമന്ത്രിയായിരുന്നു നവാസ് ഷെരീഫ്. പക്ഷെ അതിനു മുമ്പ് മുതലേ തന്നെ ഈ POKയിൽ സംഘർഷവും പ്രശ്നങ്ങളും ജനങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ അന്നൊന്നും ഈ നവാസ് ഷെരീഫ് തിരിഞ്ഞു പോലും നോക്കാതെ ഈ POKയിലെ ജനങ്ങളെ തിരിഞ്ഞു പോലും നോക്കിയിട്ടില്ല. അവർക്ക് വേണ്ട ആവശ്യങ്ങൾ ഒന്നും നിർവഹിച്ചു കൊടുത്തിട്ടില്ല. ഇപ്പം നമ്മൾ നേരത്തെ ഉള്ള വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത് പോലെ തന്നെ പാകിസ്ഥാൻ ബലൂചിസ്ഥാനോട് എങ്ങനെയാണോ, അവിടുത്തെ ജനങ്ങളെ എങ്ങനെയാണോ അവഗണിച്ചിരുന്നത്, അതേപോലത്തെ ഒരു അവഗണനയായിരുന്നു ഈ POKയിലെ ജനങ്ങളോട് നവാസ് ഷെരീഫ് കാണിച്ചുകൊണ്ടിരുന്നത്. അതെല്ലാം കഴിഞ്ഞ് പിന്നീട് അദ്ദേഹത്തിന്റെ ഇളയ സഹോദരൻ അവിടെ പ്രധാനമന്ത്രിയാകുന്നു. വേണമെങ്കിൽ ആ സമയത്തെങ്കിലും POKയിലെ ജനങ്ങളെ സംരക്ഷിക്കാമായിരുന്നു. പക്ഷെ അന്നും സംരക്ഷിച്ചിട്ടില്ല. അപ്പം ഇതൊന്നും ചെയ്യാതെ ഇരുന്നിട്ട് ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് അടുത്തു വന്നപ്പോൾ ഈ POKയിലെ ജനങ്ങളോട് ഒരു വൈകാരികപരമായ ഒരു അടുപ്പം തോന്നിക്കാൻ വേണ്ടി നവാസ് ഷെരീഫ് ഇങ്ങനെ പറയുകയായിരുന്നു, എന്റെ പൂർവികരൊക്കെ കാശ്മീരിൽ നിന്ന് തന്നെയാണ് വന്നത്, അതുകൊണ്ട് എനിക്ക് ഈ POKയോട് എനിക്ക് വളരെ അഭേദ്യമായ ഒരു ബന്ധമുണ്ടെന്നും അതുകൊണ്ട് ഞാൻ എന്റെ പാർട്ടിയെ അധികാരത്തിൽ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായും ഞാൻ നിങ്ങൾക്ക് വേണ്ടി ജീവിക്കും. അതായത് ജനങ്ങൾക്ക് വേണ്ടി, POKയിലെ ജനങ്ങളുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടും അവരുടെ അവകാശങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയും ഞാൻ പ്രയത്നിക്കും എന്നാണ് ഇപ്പൊ നവാസ് ഷെരീഫിന്റെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇത് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഇത് ഒരു വോട്ട് ബാങ്ക് തന്നെയാണ്, അല്ലാതെ ഇതിനകത്ത് വേറെ ഒരു കാര്യമൊന്നുമില്ല. അയാൾക്ക് വോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് അയാൾ ഇറക്കിയിരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാവും. സാധാരണ ഇന്ത്യക്ക് പാകിസ്ഥാന് തീരെ താല്പര്യമില്ലാത്ത രാജ്യമാണ്. കാര്യം ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം പണ്ടുകാലം മുതലേ തുടങ്ങിയതാണ്, യുദ്ധങ്ങളും തുടങ്ങിയതാണ്. പക്ഷെ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് വന്നപ്പോൾ പലരും ഇതിനെ പരിഹാസ രൂപത്തിൽ എടുത്തു. കാര്യം ഇനി നവാസ് ഷെരീഫ് പ്രധാനമന്ത്രിയായി കഴിഞ്ഞു കഴിഞ്ഞാൽ പാകിസ്ഥാനിലെ POKയുടെ അവസ്ഥയൊക്കെ വളരെ ബെറ്റർ ആവും എന്നൊരു തോന്നലില് ജനങ്ങള് മറിച്ച് ചിന്തിക്കുവോ എന്നൊക്കെ ഒരു പേടി ചില വിഭാഗങ്ങൾക്കുണ്ടെങ്കിൽ പോലും ഓൾമോസ്റ്റ് ഒരു 80% ജനങ്ങൾക്കും നവാസ് ഷെരീഫിനെയും ഷഹബാസ് ഷെരീഫിനെയും അറിയാം. അത് തന്നെയാണ് ഇതിനകത്തെ പ്രധാന കാരണം തന്നെ. പിന്നെ നമ്മുടെ POKയിൽ എന്താണ് ഈ സംഘർഷം, ഇത്രമാത്രം പ്രശ്നങ്ങൾ POKയിലെ ജനങ്ങൾ നേരിടേണ്ടി വന്നത് എന്തുകൊണ്ടാണെന്നൊന്ന് ഒരു ചോദ്യം നമുക്ക് വരികയാണെങ്കിൽ അതിനകത്ത് നമുക്ക് വ്യക്തമായ ഒരു ഉത്തരം പറയുന്നത്, ഈ
1947 മുതലാണ് ഇന്ത്യയും പാകിസ്ഥാനും ഈ പ്രദേശം, ഈ പാക് ഒക്കുപ്പൈഡ് കാശ്മീർ, ഈ ഒരു പ്രദേശത്തിന് വേണ്ടി അവകാശവാദം ഉന്നയിച്ചത്. അങ്ങനെ അവസാനം ഇത് പാകിസ്ഥാൻ എന്ന് പറയാൻ പറ്റുന്നത് AJK എന്ന് പറഞ്ഞാൽ പാകിസ്ഥാൻ ഈ POK പ്രദേശത്തെ പറയുന്നത് ആസാദ് ജമ്മു കാശ്മീർ എന്നാണ്. അപ്പം ഈ ഒരു പ്രദേശത്തിന് വിട്ടുകൊടുക്കുകയായിരുന്നു ഇന്ത്യ. പക്ഷെ വിട്ടുകൊടുത്തത് മുതൽ ഈ പാകിസ്ഥാൻ ആയിരുന്നു ഈ ഒരു POKയുടെ അധികാരവും ഭരണവും. എന്ന് വെച്ചാൽ അവിടെ നിലവില് ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു നിയമസഭയുണ്ട്, PM ഉണ്ട്, പ്രസിഡന്റ് ഉണ്ട്, ഒക്കെ ഉണ്ട്. പക്ഷേ പാകിസ്ഥാന്റെ ഫെഡറൽ സംവിധാനങ്ങൾക്ക് ഈ ഒരു POKയിൽ വളരെ വലിയൊരു സ്വാധീനമുണ്ട്. അതുകൊണ്ട് തന്നെ POKയിലെ ജനങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാര്യം നേടിയെടുക്കാനോ വേണമെങ്കിൽ അങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊക്കെ നേടിയെടുക്കണമെങ്കിൽ തീർച്ചയായിട്ടും ഈ കേന്ദ്ര സർക്കാർ, അതായത് പാകിസ്ഥാനോട് പെർമിഷൻ വേണ്ടി വരും എന്നുള്ളത് ഉറപ്പാണ്. ഇപ്പം ശരിക്കും പറഞ്ഞാൽ POKയിലെ പ്രധാനമന്ത്രി എന്ന് പറയുന്നത് ഫൈസൽ മുംതാർ റാത്തോർ ആണ് POKയുടെ അറ്റ് പ്രസന്റ് ആയിട്ടുള്ള പ്രധാനമന്ത്രി. അപ്പൊ അദ്ദേഹം 2025 നവംബറിലാണ് അധികാരമേറ്റത്. അപ്പം വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് ജൂലൈ 27-നാണ്. അപ്പം പിന്നീട് ഈ POKയിൽ എപ്പോഴും സംഘർഷവും പ്രശ്നങ്ങളും വരുന്നത് അതിർത്തിയാണല്ലോ. നമ്മൾ ഇപ്പം പറഞ്ഞല്ലോ ഈ LOC നിയന്ത്രണ രേഖ, ആ നിയന്ത്രണ രേഖയുടെ സമീപത്ത് ഒരുപാട് ജനങ്ങൾ ജീവിക്കുന്നുണ്ട്. അപ്പം എപ്പോഴും ഇപ്പം 1900 നമ്മുടെ പാകിസ്ഥാനുമായിട്ടുള്ള യുദ്ധം വന്ന സമയങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ 1965, 71, 1999 ഒക്കെ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം വന്ന സമയങ്ങളാണ്. അപ്പൊ ഈ സമയങ്ങളിലൊക്കെ അതിർത്തി മേഖലയിലെ ജനങ്ങൾക്ക് അവരുടെ ജീവിതം വളരെ ദുരിതത്തിലേക്ക് വന്നിരിക്കുകയാണ്. പക്ഷെ ഈ പാകിസ്ഥാൻ ഇവരെ തിരിഞ്ഞു നോക്കുന്നേയില്ല. POKയിലെ ജനങ്ങൾക്ക് അവർക്ക് കുടിക്കാൻ വെള്ളമില്ല, അവർക്ക് കഴിക്കാൻ ആഹാരമില്ല, അവർക്ക് പാർപ്പിടമില്ല, അവർക്ക് ജീവിക്കാനുള്ള പണമില്ല, കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിനുള്ള കാര്യങ്ങളില്ല, സ്കൂളുകളില്ല. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ അവർ ഫേസ് ചെയ്തുകൊണ്ടിരിക്കണം. പക്ഷെ അവരെ സഹായിക്കാൻ പാകിസ്ഥാൻ ഒരു 1% പോലും പാകിസ്ഥാന്റെ സാമ്പത്തികമോ ഒന്നും ഇവിടേക്ക് കൊടുക്കുന്നുമില്ല. അപ്പം അത് കൂടാതെ 2005 POK മേഖലയിൽ ഒരു വലിയ ഭൂകമ്പം നടന്നിരുന്നു. അത് കഴിഞ്ഞതോടുകൂടി കുറെ പേർ അവിടുത്തെ പ്രശ്നത്തിലായി, അവർ ദരിദ്രരായി. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ അവർ നേരിടേണ്ടി വന്ന സാഹചര്യത്തിലൂടെയാണ് ഈ POKയിലെ ജനങ്ങൾ അതെല്ലാം സർവൈവ് ചെയ്ത് വരുന്നത്. എന്നിട്ട് പോലും ഇവരെ തിരിഞ്ഞു നോക്കാത്ത ഈ നവാസ് ഷെരീഫിന്റെ ഇളയ സഹോദരനായ ഇപ്പോഴത്തെ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫും ആണ് ഇനി അടുത്ത തെരഞ്ഞെടുപ്പ് വന്നു കഴിയുമ്പോൾ നവാസ് ഷെരീഫ് പറയുന്നത്, ഞാൻ എൻ്റെ അനിയനോട് ചോദിച്ചു കഴിഞ്ഞിട്ട് അടുത്ത ഒരു തെരഞ്ഞെടുപ്പ് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പ്രധാനമന്ത്രിയാവും, നിങ്ങൾ എന്നെ തെരഞ്ഞെടുത്താൽ ഞാൻ തീർച്ചയായിട്ടും ഈ വിജയിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്റെ പാർട്ടി അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ഞാൻ എല്ലാ കാര്യവും റെഡിയാക്കി തരാം എന്ന് നവാസ് ഷെരീഫ് പറയുന്നത് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം അത് വെറുതെ പറയുന്ന ഒരു വാക്കാണ്. കാര്യം അത്രയധികം ബുദ്ധിമുട്ടുകൾ ഈ POKയിലെ ജനങ്ങൾ അവിടെ സഹിക്കുന്നുണ്ടെന്നുള്ളതാണ് വ്യക്തമായിട്ട് പറയുന്നത്. പിന്നെ ഇതിനകത്ത് ഒരു കാര്യം, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം പറയാനുള്ളത്, ഇവിടെ ഈ ശുദ്ധജല, ഇപ്പം യുദ്ധം വരുമ്പോൾ നമുക്കറിയാം ശുദ്ധജല ലഭ്യത വളരെ കുറവാണ് ഈ ഒരു പ്രദേശത്ത്. അവര് പല പ്രാവശ്യം അവിടെ വൈദ്യുതി വിച്ഛേദിക്കും. അപ്പൊ അങ്ങനെ അവർക്ക് കറന്റും ഇല്ല, വെള്ളവും ഇല്ല. ഇത് 1-2 ദിവസങ്ങളല്ല ഇവർക്ക് വെള്ളം മുടങ്ങുന്നത്. ഇവർക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയോട് ചേരാനാണ് ഇവർക്ക് താല്പര്യം. അപ്പൊ ഇന്ത്യയിലേക്ക് ഈ POKയിലെ ജനങ്ങളൊക്കെ പറയുന്നത് ഞങ്ങൾക്ക് ഇന്ത്യയോട് യോജിക്കാനാണ് താല്പര്യം. കാര്യം ഇന്ത്യ തൊട്ടടുത്ത സ്ഥലത്തുള്ള ഇന്ത്യക്കാരാണ് ഇവർക്ക് ആഹാരവും വെള്ളവും ഒക്കെ കൊടുക്കുന്നത്. അത്രയധികം അവരെയാണ് ഈ POKയിലെ ജനങ്ങൾക്ക് ഇഷ്ടവും. പക്ഷെ ഒരു തരത്തിലും ഇവരുടെ ഈ ഫെഡറൽ സംവിധാനം കൊണ്ട് ഇവർക്ക് ഒരു തരത്തിലും ഈ സ്വതന്ത്രരായിട്ട് നിൽക്കാനും പറ്റുന്നില്ല. പറയുന്നുണ്ട് ആസാദ് ജമ്മു കാശ്മീരാണ്, അതൊരു സ്വതന്ത്ര ഭരണ പ്രദേശമാണ് എന്നൊക്കെ പാകിസ്ഥാൻ അവകാശപ്പെട്ടെങ്കിലും അവരുടെ കേന്ദ്ര സർക്കാർ ഒരു തരത്തിലുള്ള സഹായവും ഇവർക്ക് കൊടുക്കാത്തതുകൊണ്ട് ഇവർക്ക് ആകെ കൂടെ വലിയ പ്രശ്നത്തിലും അതുവഴി തന്നെ ഇവര് വലിയ സംഘർഷങ്ങൾ ഉണ്ടാക്കുന്നു. കുറേ വർഷങ്ങളായി ഇവർ ഈ സംഘർഷങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങിയിട്ട് തന്നെ. അപ്പം ഈ കാശ്മീർ ജനങ്ങളുമായിട്ട് വൈകാരിക ബന്ധം സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഈ നവാസ് ഷെരീഫ് ഇങ്ങനെ ഒരു പ്രസ്താവന നടത്തുന്നതെന്ന് POKയിലെ ജനങ്ങൾ ഇങ്ങനെ പറയുകയും അവരതിന് റെസ്പോണ്ട് ചെയ്ത് അവർ പറയുന്നത് ഇത് വെറും ഒരു പരിഹാസ രൂപേണയാണ് അവർ ഇതിനെ ഏറ്റെടുത്തതെന്നും വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. കാര്യം അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് കഴിഞ്ഞ ദിവസം വന്നതോടുകൂടി തന്നെ ലോകമെങ്ങും ഇത് വലിയ ചർച്ചയാകുകയും നവാസ് ഷെരീഫ് എന്ത് ചെയ്യാനാണ്, ഇത്രയും വർഷം നവാസ് ഷെരീഫ് പ്രധാനമന്ത്രിയായി ഇരുന്നിട്ട് പോലും ഈ POKയിലെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ചെറുവിരൽ പോലും അയാൾ അനക്കിയിട്ടില്ലല്ലോ, പിന്നെ എന്താണ് ചെയ്യാൻ പോകുന്നത് ഇനി എന്നാണ് ജനങ്ങൾ ചോദിക്കുന്നത്. അപ്പം ഇതാണ് ഇവിടുത്തെ യഥാർത്ഥത്തിലുള്ള പ്രശ്നം.
ഇതിൽ ഇന്ത്യയുടെ കാഴ്ചപ്പാട് എന്താണെന്ന് ചോദിച്ചാൽ, പാകിസ്ഥാൻ ആസാദ് കാശ്മീർ എന്ന് വിളിക്കുന്ന ഈ പ്രദേശം ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമായ ജമ്മു കാശ്മീരിന്റെ ഭാഗം തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ പാകിസ്ഥാന്റെ ഭരണ നിയന്ത്രണത്തിലാണ് ഈ പ്രദേശം എന്നുള്ളതിനാലും അവിടുത്തെ രാഷ്ട്രീയ സംഭവ വികാസങ്ങളെ വളരെ കരുതലോടുകൂടി തന്നെ ഇന്ത്യ ഉറ്റുനോക്കുന്നുവെന്നും നമുക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ചെറിയ കാര്യം ശരിക്കും നമ്മളെ സംബന്ധിച്ച് ഇത് വളരെ വളരെ സില്ലി ആയിട്ടുള്ള ഒരു കാര്യമാണെങ്കിൽ പോലും ഇത് വാർത്താ മാധ്യമങ്ങളിലും ചാനലുകളിലും ഒക്കെ വന്നത് അതുകൊണ്ട് തന്നെയാണ്. കാര്യം നവാസ് ഷെരീഫ് പ്രധാനമന്ത്രിയാകൂ, എന്ത് ചെയ്താലും നമുക്ക് നമ്മൾ ഇതിനെക്കുറിച്ച് ബോധേടയല്ല. കാര്യം ഇന്ത്യക്ക് പാകിസ്ഥാൻ അത്രയധികം ശത്രുവാണ്. പക്ഷേ ഈ പിഒകെയിലെ ജനങ്ങളോട് ഇന്ത്യക്ക് ഒരു സിമ്പതി ഉണ്ട് താനും. അതുകൊണ്ട് തന്നെ ഈ ഒരു ന്യൂസ് വന്നപ്പം അതുകൊണ്ട് തന്നെയാണ് ഇതെല്ലാവരും ഇന്ത്യക്കാരെല്ലാവരും തന്നെ ഇത് ഏറ്റെടുക്കുകയും പരിഹാസത്തോടെ ഇതിനെ കാണുകയും ചെയ്തു. എന്തായാലും പിഒകെയിലെ ജനങ്ങൾ ജൂലൈ 27 എന്ത് വിധി എഴുതും എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. അതിനിടയിൽ നവാസ് ഷെരീഫിന്റെ വിവാദ പ്രസ്താവന വലിയ ചർച്ചകൾക്കാണ് വഴിവെക്കുന്നത്. മാത്രമല്ല, ഇത്രയും കാലം ഇല്ലാതിരുന്ന എന്ത് തരം സ്നേഹമാണ് നവാസ് ഷെരീഫിന് ഈ തെരഞ്ഞെടുപ്പ് കാലം അടുത്തതോടുകൂടി പിഒകെയിലെ ജനങ്ങളോട് തോന്നിയത് എന്നതും വളരെ കൗതുകകരമാണ്, വ്യക്തമാണ്. താങ്ക് യു സന്ധ്യ മാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.